കുറച്ചുകൂടി കാണണം കേട്ടോ. ആ ബോർഡ് കാണണം. മാമചേട്ടാ അങ്ങോട്ട് നീങ്ങിയില്ലേ? കാരണം മാമചേട്ടന് പൊക്കം കൊള്ളായിരുന്നു. ഈ കുറച്ചുകൂടി കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലേ? ഓക്കെ റെഡിയേ പറഞ്ഞേക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മള് ഈ ദിവസങ്ങളിലൊക്കെ ഒരു വലിയൊരു വാർത്ത കണ്ടായിരുന്നു. പുറത്തേക്കൂടിക്ക് KSRTC ബസ് ഒന്ന് വന്നു, ദേ പോയി, ഇനിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ വാർത്തകൾ വന്നു. അതൊക്കെ നമ്മളെ ഒത്തിരിയേറെ ദുഃഖിപ്പിച്ച ഒരു കാര്യമായിരുന്നു. പലവിധ ആളുകൾ അത് തടസ്സപ്പെടുത്താനായിട്ട്, വേണ്ട എന്ന് വെക്കാനായിട്ടൊക്കെ ഒത്തിരി ശ്രമിച്ചു. പക്ഷേ കുറത്തിക്കുടി ഉന്നതിയിലെ സഹോദരങ്ങൾ ഒരു തീരുമാനമെടുത്തു. ബസ് കുറത്തിക്കുടിക്ക് നിർബന്ധമായിട്ടും വന്നിരിക്കണമെന്ന് അവരുടെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ബസ് സർവീസ് ഇന്ന് മുതൽ റെഗുലറായിട്ട് KSRTC ആരംഭിച്ചിരിക്കുക. അതിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ കുറത്തിക്കുടി ഉന്നതിയിലെ എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ്. കാരണം അവർ ലോകത്തിലേക്ക് ഇറങ്ങേണ്ടവരാണ്, ഇന്ത്യൻ പൗരന്മാരാണ്, ഫോറസ്റ്റുകാരുടെ അടിമകളല്ല, അവരുടെ പ്രജകളല്ല, മറ്റ് ആരുടെയും പ്രജകളല്ല. അവർ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം നടക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള മൗലികാവകാശമുള്ള ആളുകളാണെന്ന് തെളിയിച്ച ദിനം കൂടിയാണിത്. ഇത് നമ്മുടെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത് ഈ റോഡ് നമ്മൾ മാമലക്കണ്ടം വഴിയുള്ള യാത്രകൾ ഇവർക്ക് സുഗമമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുക, അടുത്ത ദൗത്യം എന്ന് പറയുക. അത് ഉടനെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ അത് നിർവഹിക്കുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ച ഇവരുടെ ഈ കുറത്തിക്കുടി ഉന്നതിയിലെ എല്ലാവർക്കും ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പേരിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. താങ്ക് യു.